ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിരിക്കുന്നു. എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ, ഇന്ന് ഈവനിങ്ങിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഈസി ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഗീ റൈസ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഗീ റൈസും ബീഫ് കറിയാണ് ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ. അപ്പം എല്ലാവരും വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം മസാലയെല്ലാം റെഡിയാക്കി അത് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ പിടിക്കാൻ ഒത്തിരി ഈസിയാണ്. ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഉള്ളി, വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ എന്തൊക്കെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കാണ്ടി പോവുകയാണ്. ഞാനിവിടെ ഉള്ളി എടുത്തിരിക്കുന്നത് 4 ഉള്ളിയാണ്. അത് ഒരു മീഡിയം സൈസ് 4 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി എത്രയും നന്നായിട്ട് ഇടുന്ന അത്രയും നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകാണ്. അതിൽ പച്ചമുളകൊക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചല്ല ഞാൻ ഇടുന്നത്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ്. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നും ചതയ്ക്കാണ്ടാണ് കേട്ടോ ഇടുന്നത്. നല്ല നീളത്തിൽ അരിഞ്ഞിട്ടിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഒരുമിച്ച് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാനൊരു 6 ചെറിയ ഉള്ളിയും ഇതിൽ മുറിച്ചിടുന്നുണ്ട്. ഇനി തക്കാളിയാണ് ഇടാൻ പോകുന്നത്. തക്കാളി ഒരു 4 തക്കാളി ഇടുന്നുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇവിടെ ചെറിയ പാത്രത്തിലാണ് ഞാനിത് എടുത്തത്. അപ്പോൾ എനിക്ക് പാത്രം മാറ്റാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തികയില്ല. ഞാനിപ്പോൾ ഈ കൈ വെച്ച് എനിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം നല്ലൊരു കളറും വരും, എന്നാലും നമുക്ക് അധികം എരിവുമില്ല. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഇപ്പം ഞാനിതിൽ ഇടാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. പലപ്പോഴും ഇങ്ങനത്തെ ഈസി പ്രിപ്പറേഷൻസൊക്കെ ഓഫീസിലിരുന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് എത്രയും വേഗം ചെയ്ത് തീർക്കാണ്ടി വരുന്നതാണ്. പക്ഷേ കിച്ചണിൽ കയറി കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇതൊക്കെ നമുക്ക് ഒത്തിരി ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഞാൻ ഗീ റൈസ് റെഡിയാക്കാണ്ടി പോവാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗീയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗീ ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ട്, അവർക്ക് കൂടുതലായിട്ട് ഗീ ഇടാം. അതിന് ശേഷം ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതിലിട്ടാലുണ്ടല്ലോ ഈ ഗീ റൈസ് നല്ല ടേസ്റ്റി ആയിരിക്കും. ആ ഗീയിലൊക്കെ കിടന്ന് നന്നായിട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാണ്ട് നോക്കുക. അങ്ങനെ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളി നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് ഈ ഉള്ളിയുടെ കൂടെ കിടന്ന് നന്നായി മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. അതാണ് കണക്ക്. അത് എല്ലാ അരിക്കും തന്നെ കണക്കായിരിക്കും. കറക്റ്റ് കണക്കാണ് അളവ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഇടുമ്പം കൂടുതൽ ഉപ്പാണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പ് കൂടുതലാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന ടൈമിൽ വേണം നമ്മളത് അതാണ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി. എങ്കിൽ നമ്മൾ അരി വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പ് നമുക്കതിൽ കിട്ടുന്നതായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പം എപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇടുക. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാൻ വെക്കുക. അരി നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് അരി കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങ നീരോടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു മണത്തിനും പിന്നെ അരി അധികം ഒട്ടാണ്ടൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി മൂടി വെക്കാം. ഇത് ലൈറ്റായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇത് വേറെ ഒരു ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി വെക്കുവാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ബീഫ് കറി റെഡിയാക്കാണ്ട് നോക്കട്ടെ.
ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഞാൻ മസാല പുരട്ടി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇവിടെയും എനിക്ക് കുക്കർ മാറ്റേണ്ട വന്നു. ഞാൻ വിചാരിച്ച അത്രയും അല്ല, കൂടുതലുണ്ട്. അപ്പം ഞാൻ കുക്കർ പിന്നെയും മാറ്റി കേട്ടോ. കാരണം അല്ലാണ്ട് എനിക്ക് അതിൽ വേകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. അപ്പം ഞാൻ കുക്കർ പിന്നെയും മാറ്റി. ഇന്ന് മൊത്തം എനിക്ക് ഇങ്ങനത്തെ കുറേ കാൽക്കുലേഷനിലുള്ള തെറ്റ് സംഭവിച്ചു. അപ്പോൾ കുക്കറൊക്കെ മാറ്റി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ വേറെ ഒരു ബർണറിലേക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഗീ റൈസ് എന്തായെന്നും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഗീ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായി കറക്റ്റ് വേവിന് കിട്ടി, വെന്തൊന്നും പോയിട്ടില്ല. ഓരോരോ അരിയും വേറെ വേറെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ബീഫ് കറി റെഡി ആവാത്തത് കൊണ്ട് ഇതിനെ ഞാൻ മൂടി വെച്ചിട്ട് ബീഫ് കറിയിൽ ബാക്കി ഇങ്ങോട്ട് ഒന്ന് ചെയ്ത് തീർക്കട്ടെ. ഈ ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനെ ആ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു പാനിൽ നമുക്ക് ആവശ്യമുള്ള മസാലകൾ അല്ലെ ഉള്ളി എന്തൊക്കെ ടേസ്റ്റിന് ആവശ്യമുള്ള എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റി അതിലിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച മീറ്റ് ഒന്നുകൂടെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ടേസ്റ്റിനുള്ള മസാലകളെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് അതിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ മൂപ്പിച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച മീറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കുക്കറിൽ വേവിച്ചതിന് ശേഷം നമ്മളത് ഫുഡിന് കഴിക്കുമ്പോൾ അത് അത്ര നല്ല ടേസ്റ്റ് അല്ല. ഈവൻ നമ്മൾ കടുക് വറുത്തു എന്ന് വെച്ചാലും നമുക്കതിന് ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്കതിന് ഒത്തിരി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിതിലേക്കിട്ട മസാല മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ചേഞ്ച് ആവുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരു ബീഫ് കറിയും ഗീ റൈസും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അധികം ടൈമൊന്നും ആവശ്യമില്ല. വീട്ടമ്മമാർക്കാണേലും ജോലിക്ക് പോകുന്നവർക്കാണേലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബീഫ് മസാല ഇവിടെ നല്ല റെഡിയായി, നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാണ് കണക്ക്. ഈ കണക്കിനാണ് ഞങ്ങൾ ഗീ റൈസിന് കഴിക്കുന്നത്. അപ്പം ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഗീ റൈസും അതോടൊപ്പം തന്നെ ഒരു സലാഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുതേ. ഗീ റൈസിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും കശുവണ്ടി പരിപ്പും നന്നായിട്ട് വറുത്തിട്ടിടുന്നുണ്ട്. അതുകൂടാതെ യോഗാട്ടാണ് ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത്. ഈ ഗീ റൈസിൻ്റെ കൂടെ നമ്മൾ സലാഡ് കഴിക്കുന്ന ഒത്തിരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ സലാഡിന് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആകെ എടുത്തിരിക്കുന്ന യോഗാട്ട്, പിന്നെ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതായിട്ട്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് നല്ല ടേസ്റ്റിയാണ്. ഇവിടുത്തെ യോഗാട്ട് പ്രത്യേകിച്ച് നല്ല തിക്കായിട്ടുള്ള നല്ല നെയ്യുടെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് യോഗാട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.